തുരങ്കപാത കാണാൻ പോയിട്ട് ഇങ്ങനെ ഒരു പണിയിട്ടൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. മഴ ഇല്ലാത്തൊരു സമയം നോക്കിയാണ് ഞാനും കമ്പനിക്കാരനും തുരങ്കപാത കാണാൻ വേണ്ടി ആനക്കാമ്പൊയിൽ പോയത്. തിരുവമ്പാടി ആനക്കാമ്പൊയിലുള്ള റോഡ് സ്റ്റേറ്റ് ഹൈവേ ആക്കണതിന്റെ പണി നടക്കുന്നതിനോട് നേരെ പുന്നക്കലിന് പുല്ലുരാമ്പാറ പോയിട്ട് പുല്ലുരാമ്പാറയെന്ന് ആനക്കാമ്പൊയിലേക്കുള്ള റോഡിന് പോയിന്. അങ്ങനെ പുന്നക്കൽ എത്തുന്നതിന്റെ മുമ്പ് തന്നെ കുറെ പാലങ്ങളും തോടുകളൊക്കെ കണ്ടിട്ടോ. നല്ല കലങ്ങിയ വെള്ളം വരുന്നുണ്ട്. വെള്ളത്തിന്റെ വരവ് കണ്ടപ്പോഴേ തോന്നിയിന് മലക്ക് മഴ ചെയ്തതിനോട് നല്ല വെള്ളം കയറുണ്ടെന്ന്. പിന്നെ അങ്ങോട്ട് പുല്ലുരാമ്പാറ ഉണ്ട് കഴിഞ്ഞപ്പോൾ ഇരുവഞ്ഞിപ്പുഴയിൽ നല്ല വെള്ളം കയറുണ്ടേനി. ചാലിപ്പുഴ മാത്രമല്ല ഇരുവഞ്ഞിപ്പുഴയിൽ നല്ല വെള്ളം കയറുണ്ടേനി. പോയിട്ട് വലിയ തിരക്കൊന്നും ഇല്ലാത്തതിന് എല്ലായിടത്തും വണ്ടി നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയിന്. അപ്പോഴേക്കും നല്ല അടിപൊളി മഴ ചെയ്യാൻ തുടങ്ങിട്ടോ. കോട്ടൊക്കെ ഇട്ട് പിന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി. അങ്ങനെ ആനക്കാമ്പൊയിൽ അങ്ങാടി കഴിഞ്ഞിട്ടുള്ള ചെറിയൊരു പാലത്തിന്റെ അവിടെ നിന്ന് താഴ്ത്തി നോക്കിയപ്പോൾ നല്ല കുത്തി ഒലിച്ച് പാറിന്റെ ഇടയിൽ കൂടെ ഒക്കെ നല്ല വെള്ളം വരുന്നത്. അങ്ങനെ മറിപ്പുഴയിലേക്കുള്ള കയറ്റം ഞങ്ങൾ കയറാൻ തുടങ്ങി. അങ്ങനെ കുറച്ചങ്ങോട്ട് പോയി ഇടത്തോട് തിരിഞ്ഞാലാണ് കണ്ടപ്പഞ്ചാല് പാലം. അങ്ങനെ പാലത്തിന്റെ അവിടെ വണ്ടി എടുത്തിട്ട് താഴ്ത്തി നോക്കിയപ്പോൾ വെള്ളം വരുന്ന കോലം കണ്ടിട്ട് നമുക്ക് തന്നെ പേടിയായി പോയി. എത്ര നീന്താൻ അറിയുന്നവരാണെങ്കിൽ ഈ വെള്ളത്തിൽ ഇറങ്ങിയാൽ ഓലെ ബോഡി പിന്നെ എവിടെ നിന്ന് കിട്ടാന്ന് പഠിച്ചവനും ഫയർഫോഴ്സുകാർക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തുടങ്ങി. തുരങ്കപാതന്റെ അടുത്തെത്താനും വേണ്ടി കുറച്ചു ദൂരം കൂടി മാത്രം ബാക്കിയുള്ള സ്ഥലത്തെത്തിയപ്പോഴാണ് ഞങ്ങളെ കാഴ്ച ഉണ്ട്. മലവെള്ളം വന്ന് പൊളിഞ്ഞു പോയ പാലത്തിന്റെ അടിയിൽ തൽക്കാലമായിട്ട് റോഡ് ഉണ്ടാക്കിനി. ആ റോഡിന്റെ അവിടെ വെള്ളം കയറിയിട്ട് വണ്ടി അപ്പുറത്തും ഇപ്പുറത്തും കുടുങ്ങി കിടക്കണം. ഞങ്ങൾക്ക് എന്തായാലും അപ്പുറത്തെത്താൻ പറ്റൂലെങ്കിൽ അപ്പുറത്ത് കിടക്കുന്ന വണ്ടിക്ക് പുറത്തെത്താൻ എന്തെങ്കിലും വഴി ഉണ്ടോ എന്ന് ആലോചിച്ചു. ഒന്നെങ്കിൽ തുരങ്കപാതത്തിന് പണി ചെയ്യണം, അല്ലെങ്കിൽ റോഡിലെ വെള്ളം ഇറങ്ങണം. അപ്പോഴാണ് നമ്മളെ ചേട്ടൻ അതിനുള്ള വഴിയായിട്ട് വന്നത്. സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്ത പാർട്ടിൽ ഞാൻ വീഡിയോ ഇടാം.